ഹായ് ഫ്രണ്ട്സ്, ഷൈനിക് ടാരറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കുന്നത്. ഇതാണ് ഞാൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. Ace of Cups, Nine of Pentacles, Seven of Swords, Strength, Two of Pentacles, Five of Cups, Seven of Pentacles, King of Cups, King of Pentacles, Two of Wands. ഓട്ടത്തിൽ കിങ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് എൻ്റെ ഇവിടെ വന്നിരിക്കുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, മനസ്സ് നിറയെ ഒരുപാട് സ്നേഹമൊക്കെ അവർക്കുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ നിങ്ങളടുത്ത് വരാനോ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനോ അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കാണുന്നത്. കാരണം നിങ്ങളിപ്പോൾ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. കുറച്ച് പേരൊക്കെ അങ്ങനെ ആയിട്ടുണ്ടാവും. കുറച്ച് പേര് അങ്ങനെ ആവണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നുണ്ടാവും. കുറച്ച് പേർ അങ്ങനെ ആകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാവും. ബട്ട് നിങ്ങളിപ്പോൾ സെൽഫ് കെയർ ഒക്കെ ചെയ്ത് സെൽഫ് ലവ് ചെയ്യണം, നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സെവൻ ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കുറേ ചീറ്റിംഗ് എനർജി അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ അത്രയും വിശ്വസിച്ച് സ്നേഹിച്ച് അവരാണ് എല്ലാം എന്ന് പറഞ്ഞ് നിന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയതെല്ലാം കുറേ ബാക്ക് സ്റ്റാബാണ്. അങ്ങനെ നിങ്ങൾ ബാക്ക് സ്റ്റാബ് കിട്ടുക മാത്രമല്ല, അത് നിങ്ങൾ ആ വ്യക്തി വന്ന് വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളത് വിശ്വസിച്ച് കൊണ്ടിരുന്നു. അത്രയ്ക്ക് നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നു. അവരെ പറയുന്നതെല്ലാം വിശ്വസിക്കുന്ന അളവിന് നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും വീണ്ടും നിങ്ങളെ വിശ്വസിപ്പിച്ച് ചതിക്കാമെന്നുള്ള ഒരു ഗ്യാരൻറ്റിയിൽ ആ വ്യക്തി നിന്നിരുന്നു. ലൈഫ് ലോങ് നിൽക്കാമെന്ന്. ബട്ട് എപ്പോഴോ എവിടെയോ നിങ്ങൾ ആ വ്യക്തിയുടെ ചീറ്റിംഗ് എനർജി മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങളെ ദ്രോഹമാണ്, നിങ്ങളോട് ചതിയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ള സത്യം അവർക്ക് അറിയാം. നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയോട് ഡയറക്റ്റായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കും പ്രശ്നങ്ങളും വന്ന് ഒരു ബ്രേക്കപ്പോ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ ഒരു അകൽച്ച, ആ ബോണ്ടൊക്കെ ചിലപ്പോൾ ആ പഴയ ബോണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു മൈൻഡ് ഇല്ല എന്നാണ് കാണുന്നത്. ബട്ട് അവർക്ക് ഇഷ്ടമുണ്ട്, നിങ്ങളോട് സ്നേഹവും ഉണ്ട്. ബട്ട് ആ വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ള ധാരണ ആ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വന്ന് ഫേസ് ചെയ്യാൻ അവർക്ക് സ്ട്രെങ്ത് ഇല്ല എന്നാണ് കാണുന്നത്. ഇവിടെ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ആ വ്യക്തിക്ക് സ്ട്രെങ്ത് ഇല്ല എന്നുള്ള കാര്യം കാണിക്കാനാണ് ഇവിടെ സ്ട്രെങ്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ അതിനുള്ള ആത്മധൈര്യമോ കോൺഫിഡൻസോ അവർക്കില്ല. നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് പോലും അവർക്കില്ല. കാരണം ഇവിടെ ടു ഓഫ് പെൻറ്റക്കിൾസും ടു ഓഫ് വാൺസും വന്നിട്ടുണ്ട്. ആ വ്യക്തി ഒരു രണ്ട് സിറ്റുവേഷനെ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു, നിങ്ങളെ ചൂസ് ചെയ്തില്ല. അതായത് ആ വ്യക്തിക്ക് നിങ്ങളെക്കാളുപരി മറ്റൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി, അതായിരുന്നു അവർക്ക് ഇമ്പോർട്ടൻ്റ്. ഇത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ കാർഡ് ഇവിടെ ശക്തമായിട്ട് 3 കാർഡ്സ് വന്നിട്ടുണ്ട്. എന്തായാലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഫാമിലി ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, ആരുമാവാം. എന്തായാലും അതിനെ ചൂസ് ചെയ്ത് നിന്നു. നിങ്ങൾക്ക് ഒരു വാല്യൂ തന്നില്ലെന്ന് മാത്രമല്ല, ചിലപ്പോൾ അവരോടൊപ്പം ചേർന്നിരുന്ന് തന്നെ നിങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകും. അത് കടുത്ത ഹൃദയവേദന തരുന്ന കാര്യമാണ്. നമുക്കെതിരായിട്ട് ഒരു തേർഡ് പാർട്ടിയോട് ചേർന്ന് ആ വ്യക്തി പല കാര്യങ്ങളും ചെയ്തു എന്നറിയുമ്പോൾ അത് തകർത്ത് കളയും നമ്മളെ. സോ കുറച്ച് പേർക്കൊക്കെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പേർക്ക് എന്താണെന്ന് വെച്ചാൽ അവിടെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്ത്, അവർക്ക് വാല്യൂ കൊടുത്ത്, അവർക്ക് പ്രയോറിറ്റി കൊടുത്ത് അവിടെ നിന്നു. അത് നിങ്ങൾ മനസ്സിലാക്കി. പക്ഷേ കുറച്ച് പേർക്ക് ഇവിടെ ആ വ്യക്തി അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്നേ ഭാവിക്കാതെ നിങ്ങളോട് വളരെ പോളിഷ്ഡായിട്ട് സംസാരിച്ച് നിന്നിട്ടുണ്ട്. അത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ള കാര്യം അവർക്കിപ്പോൾ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. അതിനുള്ള സ്ട്രെങ്ത് അവർ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് അപ്പോഴും അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ശക്തമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവർക്ക് മുമ്പിൽ ഒരു പ്രതീക്ഷയില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ല എന്നാണ് കാണുന്നത്. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്ന ഒരു ചിന്ത അവർക്കുണ്ട്. അവർ തന്നെ നഷ്ടപ്പെടുത്തിയെന്നും അവർക്കറിയാം.
ബട്ട് അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ പ്രയോറിറ്റി കൊടുത്ത് നിൽക്കുന്നുണ്ടാവാം, ചീറ്റിംഗ് എനർജി ചെയ്തിട്ടുണ്ടാവാം, അവരോടൊപ്പം ചേർന്ന് എന്ത് കാര്യങ്ങൾ ചിലപ്പോൾ പല കാര്യങ്ങളും ഉണ്ടാവാം. എന്ത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അങ്ങനെ ചെയ്തത് തെറ്റായി പോയി എന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. കാരണം അവർ തേർഡ് പാർട്ടിയെ വിശ്വസിച്ച് പോയെങ്കിൽ അവരിപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന എനർജിയാണ് കാണുന്നത്. അവിടെ തേർഡ് പാർട്ടിയിൽ നിന്നും അവർക്ക് ചിലപ്പോൾ അവർ എന്ത് പ്രതീക്ഷിച്ച് പോയി അത് കിട്ടിയതായി ഇവിടെ ഫീൽ ആകുന്നില്ല. കാരണം ഇവിടെ 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന, തനിച്ചാക്കപ്പെട്ട് നിൽക്കുന്ന എനർജിയാണ്. അവിടെ ആ വ്യക്തി പ്രതീക്ഷിച്ചതൊന്നും അത്രയും ഒരു ഹാപ്പിനെസ് ഒന്നും അവർക്ക് അവിടെ കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങളെ ഇപ്പം മിസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഒരു കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതും അവരെ വേട്ടയാടുന്നുണ്ടാവും. പിന്നെ ഇവിടെ 7 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അവരിപ്പം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇനി നിങ്ങളടുത്ത് വന്ന് എത്ര എഫേർട്ട് ഇട്ടിട്ടും ഒരു പ്രയോജനവും ഇല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റും അവർക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നിങ്ങളടുത്ത് ഞാൻ എന്താണ് പറയേണ്ടത്? കാരണം അഭിനയിക്കേണ്ട നാടകങ്ങളെല്ലാം അവസാനിച്ച് കഴിഞ്ഞു. കുറേ നാടകങ്ങൾ സ്റ്റോക്കൊക്കെ തീർന്നിട്ടുണ്ടാവും. ഇനി എന്തൊക്കെ സ്റ്റോക്ക് ഇറക്കിയാലും ഒന്നും ഫലിക്കില്ല എന്നുള്ള ഒരു ചിന്തയും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വെയിറ്റിംഗ് എനർജിയാണ്. ഇനി എന്ത് വേണം, എന്ത് ചെയ്യണമെന്ന് അവർക്ക് തന്നെ അറിയില്ല. ഇനി എന്ത് ഡ്രാമയാണ് ഞാൻ ചെയ്യേണ്ടത്, എന്ത് മാനിപ്പുലേഷനാണ് നടത്തേണ്ടതെന്നൊക്കെ ഒരു ചിന്തിച്ച് വെയിറ്റ് ചെയ്യുന്ന എനർജിയാണ്. അതിനുവേണ്ടിയുള്ള ചില പ്ലാനിങ്ങും കൂടെ ആയിരിക്കാം കുറച്ച് പേർക്ക്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ട് ഉള്ള മടിയാണ്. നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന കിങ് ഓഫ് കപ്സ് ആണ്. കിങ് ഓഫ് കപ്സും കിങ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. നിങ്ങളടുത്ത് കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് ആഗ്രഹിക്കുന്ന 2 കാർഡ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ഫാമിലിയായിട്ട് നിങ്ങൾ വേണം. കാരണം നിങ്ങളോടൊപ്പം ഇരുന്നപ്പോൾ അവർ അത്രയും ഒരു ഹീലിങ്ങും സന്തോഷവും സ്നേഹവും ഒക്കെ മറ്റാരിൽ നിന്ന് കിട്ടാത്ത സ്നേഹമൊക്കെ നിങ്ങളോടൊപ്പം ഇരുന്നപ്പോൾ അനുഭവിച്ചിരുന്നു. ബട്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ചില സംസാരമോ ചില കാര്യങ്ങൾ പോലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത്. അതായത് അവർ എല്ലാറ്റിനും നിങ്ങൾ അവരുടെ താഴെ ഇരിക്കണമെന്ന് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് മാത്രം അനുസരിക്കണം, നിങ്ങൾക്ക് ഒരു അഭിപ്രായങ്ങളോ ആഗ്രഹങ്ങളോ ഇരിക്കാൻ പാടില്ല എന്നുള്ള ചില വാശികളൊക്കെ കുറച്ച് പേർക്കുണ്ടായിരിക്കാം. അതൊരു റീസൺ ആയിരിക്കാം ഇവർ മറ്റു ഓപ്ഷൻസിന് പ്രയോറിറ്റി കൊടുത്ത് നിൽക്കാൻ കാരണം. അതായത് അത്രയും നമ്മളൊരു 95% ഇടുന്നതെല്ലാം അവർ മറന്നിട്ട് ഒരു 5% പിടിച്ചായിരിക്കാം അവർ ചിലപ്പോൾ പോയത്. സോ അതൊക്കെ അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, അതായത് റിയലൈസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്ന 2 കാർഡ്സ്, നിങ്ങളെ ഫാമിലിയായിട്ട് വേണം, നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോഴാണ് ഒരു സന്തോഷം എന്നൊക്കെ ആഗ്രഹിക്കുന്ന 2 കാർഡ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആൾറെഡി പറഞ്ഞു 2 ഓഫ് വാൻഡ്സ്. അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതും, അതായത് ഉറച്ച ഒരു തീരുമാനം എടുത്ത് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനും അവർക്ക് കഴിയുന്നില്ല. കാരണം കുറച്ച് പേർക്ക് ഇവിടെ ആ തേർഡ് പാർട്ടി വളരെ ശക്തമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ കൺട്രോളും ഇവർക്കുണ്ട്. അവരുടെ കൺട്രോളിങ്ങിൻ്റെ കീഴിലായിരിക്കും കുറച്ച് പേര് ഇവർ നിൽക്കുന്നത്. ഇവർക്കെന്ന് പറഞ്ഞ ഒരു മെച്യൂരിറ്റിയും ഒരു ഡിസിഷൻസും ഇല്ലാതെ നിൽക്കുന്നതും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ മടിക്കുന്നതിൻ്റെ ഒരു കാരണമാണ്. പിന്നെ ഇവിടെ ബോട്ടത്തിൽ നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും, എന്തൊക്കെ വഴക്ക് പ്രശ്നങ്ങൾ എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അവർക്ക് നിങ്ങളോട് ഉള്ളിലെ സ്നേഹം ഉണ്ടെന്നുള്ള കാർഡ് വീണ്ടും വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ബട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അവർക്ക് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്, ബട്ട് സ്ലോ ആണ്. ഇവിടെ ബോട്ടത്തിൽ വീണ്ടും 2 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. നിങ്ങളൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഇരിക്കുമ്പോൾ. കാരണം അവർക്ക് എത്രയൊക്കെ മറക്കണമെന്ന് ശ്രമിച്ചാലും തേർഡ് പാർട്ടിയുടെ അടുത്ത് പോയാലും നിങ്ങളുടെ ഓർമ്മകൾ അവരെ പിന്തുടരുന്നുണ്ട്. നിങ്ങളോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ അവർ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണോ, ഒരു ഡിവൈൻ ബന്ധമുണ്ടോ എന്നൊക്കെ ഒരു തോന്നലും ചിന്തയും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളടുത്ത് വരണമെന്നുള്ള ഒരു മനസ്സും അവർക്കുണ്ട്. അപ്പോൾ അവർ മടിക്കുന്നതിൻ്റെ പ്രധാന കാരണം, ഒന്ന് അവരുടെ എല്ലാ രഹസ്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളത് ഒരു കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള സ്ട്രെങ്തും കോൺഫിഡൻറ്റും അവർക്കില്ല. മറ്റൊന്ന് തേർഡ് പാർട്ടിയുടെ ശക്തമായ ഇടപെടൽ. ഇത് രണ്ടുമാണ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ അവർ മടിക്കുന്നതിൻ്റെ റീസൺ. ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. Three of Pentacles, Nine of Swords, Three of Cups. ഓക്കെ, ഇവിടെ 3 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്, 3 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. നിങ്ങളോടൊപ്പം ചിലവഴിച്ച, നിങ്ങൾ ചേർന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തത്, ചേർന്ന് സംസാരിച്ചത്, ചേർന്ന് ചിലവഴിച്ച നിമിഷങ്ങളൊക്കെ അവരോർത്ത് ഇപ്പോൾ ഒരുപാട് കരയുന്നുണ്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്.
അതൊക്കെ അവരെ സ്ട്രെസ്സാക്കുന്നുണ്ട്, അതൊക്കെ അവർ മിസ് ചെയ്തു, അവർ തെറ്റ് ചെയ്തു, നിങ്ങൾക്ക് ദ്രോഹം ചെയ്തു, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായതൊക്കെ എന്ന് ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുന്ന, ഉറങ്ങാൻ പോലും കഴിയാതെ വിഷമിക്കുന്ന, ഉറക്കം കൂടെ ഇല്ലാതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ട് എന്നാണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം ഒരു സെലിബ്രേഷൻ വേണം, ചേർന്ന് ഒരു സെലിബ്രേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന കാർഡാണ് വന്നിരിക്കുന്നത് എന്തായാലും. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ എന്തായാലും ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരികയും നിങ്ങൾ തമ്മിലൊരു സെലിബ്രേഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ബോട്ടത്തിലിവിടെ കിങ് ഓഫ് കപ്സും 10 ഓഫ് വാൺസും വന്നിട്ടുണ്ട്. 10 എല്ലാം 10 പറയുന്നത് എൻഡിങ് ആൻഡ് ന്യൂ ബിഗിനിങ് ആണ്. കിങ് ഓഫ് വാൺസ് എന്ന് പറയുമ്പോഴും ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡാണ്. കമ്മിറ്റ്മെൻറ്റ് തന്ന് മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.